അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എന്ന് നമ്മളിങ്ങനെ സംസാരിച്ചങ്ങ് തുടങ്ങാനാണ് പതിവ്. ഇന്ന് നമ്മൾക്ക് ഒരു വെറൈറ്റി ആയി തുടങ്ങാം. ഒരു പാട്ടിലൂടെ നല്ല ആനന്ദകരമായിട്ട് നമ്മൾക്ക് ഈ പ്രോഗ്രാമിലേക്ക് കടക്കാം. നമ്മൾക്കറിയാം, നമ്മുടെ കഥാനായകൻ, അതായത് ഗ്രാൻഡ് മുഫ്തി, അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ലോകത്തിൻ്റെ പണ്ഡിത സഭ മുഴുവൻ അദ്ദേഹത്തെ ഏറ്റവും വലിയ പണ്ഡിതനായി സ്വീകരിച്ചിരിക്കുന്നത്, അതും നമ്മുടെ കേരളത്തിൽ നിന്ന് ആദ്യമായിക്കൊണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വാർത്തയിലൂടെ ഒന്ന് കയറിയിറങ്ങി വരാം. നമസ്കാരം. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന ഷൈഖ് അബൂബക്കർ അഹമ്മദിന് ഇമാം ബുഖാരിയുടെ ജന്മനാടിൻ്റെ ആദരം. ബുഖാറയിലെ സറഫ്ഷോൻ കൺവെൻഷൻ സെൻറ്ററിൽ നടന്ന ചടങ്ങിൽ മധ്യേഷ്യൻ രാജ്യങ്ങളിലെ മുഫ്തിമാരും ഖാസിമാരും ചേർന്ന് ആദരസൂചകമായി ഗ്രാൻഡ് മുഫ്തിയെ ഹിർഖത്തുൽ ബുഖാരിയ വസ്ത്രം അണിയിച്ചു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഒരു മുസ്ലിം പണ്ഡിതൻ ഇതാദ്യമായിട്ടാണ് ഒരു മധ്യേഷ്യൻ രാജ്യത്ത് ഇത്തരമൊരു ആദരം ഏറ്റുവാങ്ങുന്നത്. വിശ്വപ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരിയുടെ പഠനത്തിനും പ്രചാരണത്തിനും നൽകിയ സേവനങ്ങളും ഇന്ത്യ കേന്ദ്രീകരിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന വൈജ്ഞാനിക പ്രവർത്തനങ്ങളും പരിഗണിച്ചാണ് ഗ്രാൻഡ് മുഫ്തിക്ക് ആദരം നൽകിയത്. പ്രമുഖ യമനി പണ്ഡിതനും ദാറുൽ മുസ്തഫ സ്ഥാപനങ്ങളുടെ സ്ഥാപകനുമായ ഷെയ്ഖ് ഉമർ ഹഫീളും ചടങ്ങിൽ ആദരമേറ്റുവാങ്ങി. സ്വഹീഹുൽ ബുഖാരി അത് പഠന വിധേയമാക്കാനും അത് ലോകത്തിന് മുമ്പിലേക്ക് എത്തിക്കാനും ഒക്കെ എന്നൊക്കെ പറയുന്നത് കേട്ടു വാർത്തയിൽ. എന്തായാലും സ്വഹീഹുൽ ബുഖാരി മുഴുവനായിട്ടല്ലെങ്കിലും അതിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസുകൾ, സ്വഹിയായ ഹദീസുകൾ കുറച്ചൊക്കെ നോക്കിയിട്ടുള്ള ആളെന്ന നിലയ്ക്ക് ഞാനതിൽ നോക്കിയപ്പോൾ അതിൽ കണ്ടത് ഖബർ അരച്ചാണിന് മുകളിൽ ഉയർത്താൻ പാടില്ല, അവിടെ പട്ട് വിരിക്കാൻ പാടില്ല, കെട്ടി ഉയർത്താൻ പാടില്ല, കുമ്മായം അടിക്കാൻ പാടില്ല, അവിടെ മേൽക്കൂര കെട്ടി അത് ആരാധനാ കേന്ദ്രമാക്കാൻ പാടില്ല, അവിടെ പോയിട്ട് അത്ക് ജാബ് വർക്കത്ത് കൊണ്ട് തേടാനോ ഇസ്തിഗാസ ചെയ്യാനോ അതുപോലെ തന്നെ തവസ്സുൽ ചെയ്യാനൊന്നും പറ്റൂല. ഇങ്ങനെയൊക്കെ നമ്മൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ചരിത്രം, ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെ ഒക്കെ പാത എടുത്തു നോക്കിയാൽ നമ്മൾക്ക് അതൊക്കെയാണ് മനസ്സിലാക്കുക. ഇപ്പം എങ്ങനെ ഇരിക്കണം? അപ്പോൾ ഈ പണ്ഡിത സഭകൾ കൂടി എന്നൊക്കെ പറഞ്ഞ് ഒരു ലോക്കൽ ഏതോ ഒരു ചാനലിൽ വന്ന വാർത്തയാണ്. അപ്പോൾ പണ്ഡിത സഭ, ഈ ലോകത്തുള്ള പണ്ഡിതന്മാർ മുഴുവൻ അവിടെ കൂടി എന്നൊക്കെയാണ് നമ്മളത് കാണുമ്പോൾ വിചാരിക്കുക. കേരളത്തിലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കാം. എന്തായാലും സൗദി അറേബ്യയിലൊക്കെ, ഇപ്പോൾ മക്കയിലും മദീനയിലൊക്കെ, ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കൃത്യമായ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്ന വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. അവരൊന്നും ഈ ഒരു സംഭവം അറിഞ്ഞിട്ട് തന്നെ ഇല്ല, അവർക്കൊന്നും ഇദ്ദേഹത്തെ അറിയില്ല. അപ്പോൾ ആ രീതിയിൽ അതിൽ പറഞ്ഞു വെച്ചത് ഈ ലോകത്തുള്ള മുഴുവൻ മലേഷ്യ, കുറേ രാജ്യങ്ങളുടെ പേര് പറഞ്ഞിട്ട് അവിടെയൊക്കെ ഉള്ള ഈ കുറച്ച് എന്താ പറയുക, ഇങ്ങനത്തെ ചില ചട്ടി പൊടി മുടി വടി എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ഇസ്ലാം കച്ചവട ചരക്കാക്കി മാറ്റിക്കൊണ്ട് ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന കുറച്ച് ആളുകളുടെ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മ രഹസ്യമായ ഒരു ഇൻഡോറിൽ നടത്തിയ ഒരു പ്രോഗ്രാമാണ് ഇത് എന്ന് നമുക്ക് വ്യക്തമാകും. അതൊരു ലോക്കൽ ചാനലിലൂടെ ഇങ്ങനെ ഇവർ അത് പുറത്തു കൊണ്ടുവന്നത് എന്തെന്ന് വെച്ചാൽ, നാളെ ഇദ്ദേഹം ലോകമറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണെന്ന് പറയുവാനും ഇദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിലേക്ക് ആളുകളെ അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് കൊണ്ടുവരുത്തുവാനും അദ്ദേഹത്തോട് ദുആ ചെയ്യുവാനും അദ്ദേഹം അവരെ സഹായിക്കും, അദ്ദേഹം അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കും എന്ന് മരണശേഷം ആളുകൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പണ്ഡിതനാണെന്നറിയാൻ വേണ്ടിയിട്ടുള്ള ചില പൊടിക്കൈകളൊക്കെയാണ് ഇരിക്കാം ഇത്. ഇനി നമ്മുടെ ഈ ഷെയ്ഖിന്, നമ്മുടെ ഈ ഉസ്താദിന്, അദ്ദേഹത്തിന് തിമിരം ബാധിച്ചു. കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. ആ തിമിരത്തെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. അതിന് മുമ്പ് നമ്മുടെ സത്താർക്കാക്ക് ഡയാലിസിസിൻ്റെ ആവശ്യവുമുണ്ട്. ഇതിനെപ്പറ്റി അദ്ദേഹം തന്നെ നമ്മോട് പറഞ്ഞു തരും. എൻ്റെ കണ്ണിന് തിമിരം ഉണ്ടായിരുന്നു.
ഡോക്ടർ സാദിഖ് പ്രയാസം കൂടാതെ എൻ്റെ തിമിരം നീക്കാൻ ആവശ്യമായത് ചെയ്യുകയും ഉണ്ടായി. ഖുർആൻ ഓതാനും കിതാബുകൾ വായിക്കാനും എല്ലാം കഴിയുന്ന വിധത്തിൽ വളരെയധികം സുഖപ്പെട്ടു. അബ്ദുസത്താർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കണ്ണൂരിൽ കിഡ്നി രോഗമായിട്ട് ഒരു ദിവസം 3 ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നതാണ്. ഇനി ചെയ്യണ്ട. ആമീൻ. അദ്ദേഹത്തിന് ശിഫയാക്കി കൊടുക്കണം. ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. വേണ്ടാതെ എവിടെ പറഞ്ഞല്ല ഡോക്ടർ, വേണ്ടാതെ എവിടെ പറഞ്ഞല്ല ഡോക്ടർ. അൽഹംദുലില്ലാഹ്. ഉസ്താദിന് തിമിരം വന്നാൽ ഹോസ്പിറ്റൽ. പക്ഷേ ഉസ്താദല്ലാത്ത മറ്റാർക്ക് രോഗങ്ങൾ വന്നാലും ഉസ്താദ് അത് പോട്ടെ, അത് വേണ്ട എന്ന് പറഞ്ഞാൽ അതങ്ങ് മാറിപ്പോവുകയും ചെയ്യും. എന്താല്ലേ കാലം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ. ഈ ഉസ്താദിനെ പിൻപറ്റിയ വലിയ വലിയ ശിഷ്യന്മാരുണ്ട് കേട്ടോ. ഉസ്താദിന് വലിയ വലിയ ശിഷ്യന്മാരുണ്ട്. അവർ ഈ ഉസ്താദ് മുൻപ് പറഞ്ഞില്ല, ആ ചാനലിൽ പറഞ്ഞ പ്രബോധനം എന്ന് പറയുന്നത്, ആ പ്രബോധനം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് മുമ്പിൽ ആ പ്രബോധനം അവർ നല്ല രീതിയിൽ ഉസ്താദ് വിചാരിച്ചതുപോലെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ 1-2 ഉസ്താദ് ഇവരുടെ ഉസ്താദിന്റെ ശിഷ്യന്മാരിലൂടെ നമുക്കൊന്ന് കടന്നുപോയി നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും അപ്പപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ ശൈഖുന നിരീക്ഷിക്കുകയാണ്. ഞാൻ അല്പം കണ്ണടച്ചു പോയാൽ വാനലോകത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമെന്ന് ഖുതുബുൽ ആലം ശൈഖുന മടവൂർ. കുറെ ശിഷ്യന്മാർ ഇതുപോലെയുണ്ട്. ഇതാ ഇതും കൂടി കണ്ടോളൂ. വീട്ടിലെ കട്ടിൽമ ഇങ്ങനെ കിടക്കാണ്. കട്ടിൽമ കിടക്കുമ്പോ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട്, ജനലിന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് ശൈഖുന പറഞ്ഞു, വഅലൈക്കും അസ്സലാം. ആരോടൊപ്പം ഈ വഅലൈക്കും അസ്സലാം എന്നല്ല, നമ്മൾ പള്ളിക്കാട്ടേക്ക് സലാം പറയുന്നത് അസ്സലാം അലൈക്കും അങ്ങോട്ട് പറയലുള്ളത്. ഇതിപ്പോ വഅലൈക്കും അസ്സലാം ഇങ്ങോട്ട് പറയാം. ആരാ പറഞ്ഞത്? വല്ല പിടുത്തമുണ്ട്? ഒരു പിടുത്തമില്ല. ഇയാളോട് പറഞ്ഞ അവിടെ പുറത്ത് 2 ആളുകൾ നിൽക്കുന്നുണ്ട്, അവരോട് പോയി നിങ്ങൾക്ക് സ്വർഗം തരാൻ പറയും. അപ്പൊ ഇയാളിങ്ങനെ കട്ടിൽ വന്ന് കിടക്കുന്ന റൂമിൽ നിന്ന് നേരെ മുന്നിലേക്ക് ഇറങ്ങിയിട്ട് അപ്പുറത്ത് കൂടി ഇങ്ങനെ സൈഡിക്ക് ചെരുക്ക് വരണല്ലോ, അപ്പുറത്തെ സൈഡിക്ക്, വീടിന്റെ അപ്പുറത്തെ സൈഡിക്ക് വരണം. അപ്പൊ ഇയാളിങ്ങനെ മുന്നിൽ കൂടി ഇറങ്ങിയിട്ട് സൈഡിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ ആ സൈഡിലേക്ക് വളരണ മൂലക്ക് എത്തിയപ്പോ ഇയാൾ അവിടെ കുഴഞ്ഞു വീണ് പിന്നാട് പോകാൻ കഴിഞ്ഞു. അപ്പൊ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ കൂടി ഇയാളെ താങ്ങി പിടിച്ച് ഇങ്ങനെ കൊടുന്നു. അപ്പൊ ശൈഖുന വീണ്ടും പറയുന്നുണ്ട്, അത് അവിടെ 2 ആളുകൾ നിൽക്കുന്നുണ്ട്, എല്ലാവരും പോയി അവരോട് സ്വർഗം തരാൻ പറയൂ, നിങ്ങൾക്ക് സ്വർഗം തരാൻ പറയും. എല്ലാവരും പോകുന്നത്. ഓ, ആര് പോയാലും ഈ മൂലക്കെത്തി അവിടെ കുഴഞ്ഞു പോകും. അതിന്റെ അപ്പുറത്തേക്ക് ഒരാൾക്കും പോകാൻ കഴിയും. ഈ നിൽക്കുന്ന ആൾക്കാർ ആരും കാണില്ല. എല്ലാം കഴിഞ്ഞപ്പോഴേ ശൈഖുന വഅലൈക്കും അസ്സലാം അവർ പോയി നോക്കി. അപ്പൊ ഇയാള് ചോദിച്ചു, ആരെ പോയെന്ന് ചോദിച്ചു. അത് എന്റെ 2 പട്ടാളക്കാരായിരുന്നു. ഇയാള് ഇപ്പൊ ഒരു പടു ജായിലില്ല. ഇയാൾക്ക് എന്തു ചോദിക്കല്ലോ, നമ്മളെ മാതിരിയല്ല. അയാൾ ചോദിച്ചു, അതിപ്പോ ആരായിരിക്കും ആ പട്ടാളക്കാർ പറഞ്ഞാല്? അപ്പൊ ശൈഖുന പറഞ്ഞത് ജിബ്രീലും മീകായിലുമായിരുന്നു. അപ്പോ ആദ്യം ഞാൻ പ്ലേ ചെയ്ത പാട്ടില്ലേ, ആ പാട്ടിൽ പറഞ്ഞ പോലെ തിന്നാൻ തരികിട, തിന്നാൻ തരികിട, തിന്നാനുള്ള തരികിടയാണിത്. അതുകൊണ്ട് ഇവരൊക്കെ കാണുമ്പോൾ നന്നായിട്ട് ഭക്ഷണവും കുറച്ച് കൈമടക്കമൊക്കെ കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.